പ്രകൃതി രമണീയമാണ് കാസർഗോഡ് ജില്ലയിലെ കിഴക്കൻ മലയോര ഗ്രാമങ്ങൾ. വനങ്ങളും കൃഷിയിടങ്ങളും പുൽപ്പടപ്പുകളും എത്ര കണ്ടാലും ആസ്വദിച്ചാലും മതിവരില്ല. അതേസമയം ഭൂമിക്കുള്ളിൽ അഗാധമായ ഗർത്തങ്ങളും അതിവിസ്തൃതമായതും ഭയാനകവുമായ ഗുഹകൾ ഈ മേഖലയുടെ പ്രത്യേക സവിശേഷതയാണ്. ഗുഹകളെക്കുറിച്ചും മുനിയറകളെക്കുറിച്ചും പഠനം നടത്തി വിവരിക്കുവാൻ ജിയോളജി വകുപ്പ് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പഠനം എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ചെമ്പേന മെയ്യങ്ങാനം ഗുഹകൾ നാട്ടുകാരുടെ വിശ്വാസം കൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ചെമ്പേനക്കടുത്ത ഉമിച്ചിപ്പൊയിലിൽ വിശാലമായ പുൽമേട്ടിൽ പണ്ട് കുട്ടികൾ പശുക്കളെ മേയ്ക്കാറുണ്ടായിരുന്നു. പ്രദേശത്ത് കളിയാട്ടത്തിൻ്റെ ഭാഗമായി ഉമിച്ചി ചാമണ്ടിയുടെ കോലവും കെട്ടിയാടിയിരുന്നു. തെയ്യം കഴിഞ്ഞപ്പോൾ അതിന് ഉപയോഗിച്ച ഓലയും മാലയും ധരിച്ച് കുട്ടികൾ തെയ്യക്കോലം കെട്ടിയാടി. ഉച്ച സമയത്തായിരുന്നു തെയ്യക്കോലം കെട്ടിയാടിയത്. അതിനിടെ പെട്ടെന്ന് തെയ്യക്കോലം കെട്ടിയ കുട്ടികളെ കാണാതായി. കുട്ടികളും നാട്ടുകാരും കാണാതായവരെ തിരഞ്ഞെങ്കിലും അന്ന് കണ്ടെത്താനായില്ല. ഒടുവിൽ പ്രദേശത്തെ ഒരു ജ്യോത്സ്യനെ കണ്ടപ്പോൾ അതിനടുത്ത് തന്നെ ഒരു മാളത്തിൽ കുട്ടികളുണ്ടെന്ന് പ്രവചിച്ചു. അങ്ങനെ കുട്ടികളെ കണ്ടെത്തി. അന്നു മുതൽ ഈ മാളത്തിന് കണ്ടനും കുട്ടനും കൂടിയ മാളം എന്ന പേര് വന്നു. ഇന്നും നാട്ടുകാർ ആ പേര് നിലനിർത്തുന്നു. കൂടാതെ കണ്ടനും കുട്ടനും തെയ്യക്കോലങ്ങളും കെട്ടിയാടുന്നു. ഈ ഗുഹയുടെ ചരിത്രം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് കണ്ടനും കുട്ടനും കൂടുന്ന മാളം എന്നാണ് ഈ ഗുഹേനെ പറ്റി പറയുന്നത്. അതിന് പറയാനൊരു കാരണമുണ്ട്. ഉമിച്ചിപ്പൊയിൽ പറഞ്ഞ ഒരു സ്ഥലമായിട്ട് ഈ ഗുഹ ബന്ധമുണ്ട്. ഇപ്പം കുറച്ചപ്പുറം തന്നെയായി ഈ ഉമിച്ചിപ്പൊയിൽ പറഞ്ഞ 1 കിലോമീറ്ററിനപ്പുറം. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ പഴയ കാലത്ത് പശുക്കളെ കൊണ്ടുവന്നിട്ട് മേയ്ക്കാൻ വിടൽ, അതായത് തീറ്റിക്കാൻ വിടൽ. അപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ചുറ്റുപാടുള്ള പ്രദേശത്ത് നിന്നെല്ലാം കൊണ്ടുവന്ന് പശുക്കളെ മേയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായിന് അവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അന്നേരം കുറേ കുട്ടികളെല്ലാം ചേർന്ന് അവിടെ ഒരു തെയ്യം കഴിഞ്ഞതിൻ്റെ അവിടെ ഒരു ഉമിച്ചി ചാമണ്ടി പറഞ്ഞൊരു തെയ്യം ഉണ്ടായിന്. അത്രേ നമ്മൾ പറയുന്ന കേട്ടൊരു കഥയാണ്. ആ തെയ്യം കഴിഞ്ഞതിൻ്റെ ഓലയെല്ലാം വലിച്ചു കെട്ടിക്കൊണ്ട് 2 കുട്ടികൾ തെയ്യം കളിക്കുകയും കുറേ ആൾ ചെണ്ട കൊട്ടുന്ന രീതിയിൽ കളിക്കുകയെല്ലാം ചെയ്തു നല്ല ഉച്ച സമയത്ത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അവർക്ക് എന്തോ തോന്നുകയും എന്തോ സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആ 2 കുട്ടികൾ അദൃശ്യനായി പോയി എന്നാണ് പറയുന്നേക്കുന്നത്. അപ്പോൾ പിന്നെ കുട്ടികൾക്കെല്ലാം പേടിയായി. ആരെയും 2 കുട്ടികളെ കാണാതായപ്പോൾ അവർ പശുക്കളെല്ലാം അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു. കിഴുമാല എന്ന പ്രദേശത്താണ് ആ 2 കുട്ടികളുടെ വീട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവരെ രക്ഷിതാക്കളെല്ലാം വന്ന് കുട്ടികളെ അന്വേഷിച്ച് നടന്നപ്പോൾ കുറേ നടന്ന് ഇവിടെ റോഡൊന്നും ഉണ്ടായില്ല. ഇവിടെ എത്തിയാകുമ്പോൾ ഈ ഗുഹയുടെ മുമ്പിൽ തന്നെ ഒരു കായലും കൂട്ടം മുളക്കൂട്ടം ഉണ്ടായി. ആ മുളക്കൂട്ടത്തിൻ്റെ മേലെ അവരെ ഡ്രസ്സെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഇവർ അന്വേഷിച്ചു, ചുറ്റുപാടും അന്വേഷിച്ചു. ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവർ പെട്ടെന്ന് പണ്ടത്തെ കാലത്ത് കാണൽ ജോത്സ്യറെ കണ്ട് ആ സംഭവങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഈ തെയ്യം അവർ കെട്ടിയാടിയപ്പോൾ ആ നട്ടുച്ച സമയത്തായതുകൊണ്ട് അവരെല്ലാം തെയ്യമായി മാറി. ആ 2 കുട്ടികൾ തെയ്യമായി മാറിപ്പോയി. അങ്ങനെ ആ കുട്ടികൾ ഈ ഗുഹക്കകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ഗുഹ കിഴുമാല വരെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കണ്ടനും കുട്ടനും എന്ന ഒരു തെയ്യാണ് അവർ ആയി മാറിയത്. അപ്പോൾ ഇപ്പോൾ ഒറ്റക്കോലങ്ങളിലെല്ലാം ഈ പ്രദേശത്തുള്ള ഒറ്റക്കോലങ്ങളിൽ ആ 2 കുട്ടികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആ തെയ്യമായതുകൊണ്ട് ഒറ്റക്കോലത്തിന് മുമ്പേ കണ്ടനും കുട്ടനും എന്ന തെയ്യം കെട്ടിയാടുന്നുണ്ട്. അത് പതിവാണ് ഇപ്പോൾ ഒറ്റക്കോലത്തിൽ.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.